ഹലോ ഡിയേഴ്സ്, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഒന്നുകിൽ നിങ്ങളോട് സൈൻ ഇൻവേഴ്സിന്റെയോ അല്ലെങ്കിൽ കോസ് ഇൻവേഴ്സിന്റെയോ ഗ്രാഫ് വരയ്ക്കാൻ ചോദിക്കും, അതല്ലെങ്കിൽ ഒരു ഗ്രാഫിന്റെ ചിത്രം തന്നിട്ട് ഗ്രാഫ് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞു തരാം. അതിന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എല്ലാ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെയും ഡൊമെയിനും റേഞ്ചുമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് -1 ക്ലോസ്ഡ് -1 ടു ക്ലോസ്ഡ് -π/2 അല്ലെ. ക്ലോസ്ഡ് -π/2 ആണ് റേഞ്ച് എന്ന് നമുക്കറിയാം. സോ ആ കാണുന്ന ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ആരാണ്? സൈൻ ഇൻവേഴ്സ്. ആ രീതിയിൽ നമുക്ക് തിരിച്ചാലോചിക്കാൻ പറ്റണം. അതായത് ഒരു ഗ്രാഫ് തരുന്ന സമയത്ത് ആ ഗ്രാഫിലുള്ള ഫംഗ്ഷന്റെ ഡൊമെയിനും റേഞ്ചും എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫംഗ്ഷൻ ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ കോസ് ഇൻവേഴ്സ് ആണെങ്കിൽ കോസ് ഇൻവേഴ്സിന്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് ക്ലോസ്ഡ് -1 ആണ്. അതേസമയം റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് 0π ആണെന്ന് നമുക്കറിയാം. ശരിയല്ലേ? സിമിലർലി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കോട്ട് ഇൻവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, കോട്ട് ഇൻവേഴ്സിന്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് എൻറ്റയർ റിയൽ നമ്പേഴ്സിന് ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ് അല്ലേ. എൻറ്റയർ റിയൽ നമ്പേഴ്സിന് കോട്ട് ഇൻവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ ടാൻ ഇൻവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്കറിയാം ഡൊമെയിൻ എന്ന് പറയുന്നത് ആണ്. ഡൊമെയിൻ എന്ന് പറയുന്നത് കോട്ട് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ കേസ് എടുക്കുമ്പോൾ ഡൊമെയിൻ എന്ന് പറയുന്നത് ആരാണ്? എൻറ്റയർ റിയൽ നമ്പേഴ്സ് അല്ലേ. അതേസമയം അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ഇപ്പൊ കോട്ട് ഇൻവേഴ്സ് ആണെങ്കിൽ ഓപ്പൺ 0π. ശരിയല്ലേ? ഓപ്പൺ 0π. നിങ്ങൾക്ക് കാണാം ഇവിടെ ഫംഗ്ഷൻ പൈയിൽ ഡിഫൈൻഡ് അല്ല. ശരിയല്ലേ? അതുപോലെ തന്നെ 0യിലും ഫംഗ്ഷൻ ആണോ? അല്ല. സോ 0 മുതൽ π വരെയുള്ള വാല്യൂസ് ആണ് ഫംഗ്ഷൻ എടുക്കുന്നത്. അത് ആരുടേതാണ്? കോട്ട് ഇൻവേഴ്സ്. ഈ രീതിയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മളുടെ ഫംഗ്ഷൻ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അതിന് നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കേണ്ട കാര്യം ഡൊമെയിനും റേഞ്ചുമാണ്. ഇനി ഇതല്ല, നിങ്ങളോട് ചോദിക്കുകയാണ്, ഇപ്പൊ ഇവിടുത്തെ ചിത്രം തന്നിട്ടുണ്ട്, എന്നിട്ട് ഇതാ ഗ്രാഫ് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കുന്നു. നോക്ക്, -1 മുതൽ 1 വരെ എന്നുള്ള ഡൊമെയിൻ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒന്നുകിൽ സൈൻ ഇൻവേഴ്സ് ആണ് അല്ലെങ്കിൽ കോസ് ഇൻവേഴ്സ് ആണ്. ഇനി റേഞ്ച് നോക്കുമ്പോൾ -π/2 ടു π/2 എന്ന് പറയുമ്പോൾ ആരാണ് ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? സൈൻ ഇൻവേഴ്സ് എക്സ് അല്ലെ. സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നതാണ് ഫംഗ്ഷൻ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി വരയ്ക്കാൻ ചില സമയത്ത് ചോദിക്കാറുണ്ട്, ഡ്രോ ദ ഗ്രാഫ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ്. കോസ് ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മളെ ശ്രദ്ധിച്ചോ, കോസ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ഫംഗ്ഷന്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് -1 മുതൽ 1 വരെയാണ്. ശരിയല്ലേ? അതേസമയം അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 മുതൽ π വരെയാണ്. 0 മുതൽ π. കോസ് ഇൻവേഴ്സ് ഓഫ് -1 എന്ന് പറയുന്നത് π ആണ്. കോസ് ഇൻവേഴ്സ് ഓഫ് -1 π. കോസ് ഇൻവേഴ്സ് ഓഫ് 0 എന്ന് പറയുന്നത് π/2 ആണ്. ശരിയല്ലേ? കോസ് ഇൻവേഴ്സ് ഓഫ് 0 എന്ന് പറയുന്നത് π/2. കോസ് ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറയുന്നത് അത് 0 തന്നെയാണ്. കോസ് ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറയുന്നത് അത് 0 തന്നെയാണ്. സോ ഈ 3 പോയിന്റുകൾ നമുക്ക് മാർക്ക് ചെയ്യാം. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാണുന്ന 2 പോയിന്റിനെയും ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് കർവ് വരയ്ക്കാം. ഓക്കെ, ഇതാണ് കോസ് ഇൻവേഴ്സിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് ഇവിടെ എക്സ് ബിലോങ്സ് ടു -1 0. അപ്പൊ നമ്മൾ വരയ്ക്കേണ്ട ഗ്രാഫ് എന്ന് പറയുന്നത് എക്സ് എവിടെ മുതൽ എവിടെ വരെയാണ്? -1 മുതൽ 0 വരെയാണ്. അങ്ങനെയാണെങ്കിൽ റേഞ്ച് എന്ന് പറയുന്നത്, ഫംഗ്ഷന്റെ റേഞ്ച് എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കടാ, കോസ് ഇൻവേഴ്സ് ഓഫ് -1 എന്ന് പറയുന്നത് π ആണ് അല്ലെ. കോസ് ഇൻവേഴ്സ് ഓഫ് -1 π ആണ്. കോസ് ഇൻവേഴ്സ് ഓഫ് 0 എന്ന് പറയുന്നത് π/2. സോ ക്ലോസ്ഡ് π/2 ടു π. ഇതാണ് നമ്മളുടെ റേഞ്ച് എന്ന് പറയുന്നത്. നമ്മൾ ശരിക്ക് ഇത്രയും ഭാഗം വരച്ചാൽ മതി. ഓക്കെ, ഫംഗ്ഷന്റെ ഇത്രയും ഭാഗമേ നിങ്ങൾ ശരിക്കും വരയ്ക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് നിങ്ങളോട് ചോദിക്കുന്ന കോസ് ഇൻവേഴ്സ് എക്സിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഗ്രാഫ് ആണെങ്കിൽ ഇതാണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്.
സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല നിങ്ങളോട് ചോദിക്കുന്നത് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഗ്രാഫാണ്. നോക്കുക, -1/2 ഡൊമെയിൻ എന്ന് പറയുന്നതാണ് എക്സ് എടുക്കുന്ന വാല്യൂസ് അല്ലെ. ഡൊമെയിൻ ക്ലോസ് -1/√2 to 1/√2. അപ്പോ എല്ലാവരും ശ്രദ്ധിച്ചോ, റേഞ്ച് എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോ, ഇവിടെ റേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്ലോസ്ഡ് ഇന്റർവൽ ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് -1/√2 സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√2. സൈൻ ഇൻവേഴ്സ് ഓഫ് -1/√2 എന്ന് പറയുന്നത് -π/4 ആണ്. സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√2 എന്ന് പറയുന്നത് π/4 ആണ്. സോ ക്ലോസ്ഡ് ഇന്റർവൽ -π/4 to π/4 എന്നുള്ളതാണ് നമ്മളുടെ ഫംഗ്ഷന്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കാം? എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. സൈൻ ഇൻവേഴ്സിന്റെ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആണ്. സൈൻ ഇൻവേഴ്സിന്റെ ഡൊമെയിൻ എത്രയാണ്? -1 മുതൽ 1 വരെ, ശരിയല്ലേ? ഇനി സൈൻ ഇൻവേഴ്സ് ഓഫ് -1, സൈൻ എപ്പോഴാണ് -1 വരിക? ദാറ്റ് ഈസ് -π/2. ഓക്കെ, കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വരച്ചെടുക്കാം. ഓക്കെ, ഇവിടെ ഞാൻ -π/2 0 π/2 ഈ കാണുന്ന വാല്യൂസ് അടയാളപ്പെടുത്തുന്നു. സൈൻ ഇൻവേഴ്സ് ഓഫ് -1 എന്ന് പറയുന്നത് -π/2 ആണ്. സൈൻ ഇൻവേഴ്സ് ഓഫ് 0 എന്ന് പറയുന്നത് 0 തന്നെയാണ്. സൈൻ ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറയുന്നത് π/2. സൈൻ ഇൻവേഴ്സ് ഓഫ് 1 π/2. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന പോയിന്റുകളെ ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് വരയ്ക്കേണ്ടത്? നമ്മുടെ കേർവ് വരയ്ക്കേണ്ടത്. വളരെ സിമ്പിളായിട്ട് y is equal to സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഗ്രാഫ് നമുക്ക് വരയ്ക്കാം. ഇനി ഈ 0 മുതൽ π/2 വരെയുള്ള ആ ഭാഗത്തിന്റെ കറക്റ്റ് പകുതിയിലാണ് എന്ത് വരിക? π/4. അതുപോലെ 0 മുതൽ -π/2 വരെയുള്ള ലൈനിന്റെ കറക്റ്റ് ഹാഫിൽ എന്തിനെ അടയാളപ്പെടുത്താം? -π/4. സോ നമ്മൾ എടുക്കേണ്ട വാല്യൂ എന്ന് പറയുന്നത്, നോക്കിക്കേ, നമ്മൾ ശരിക്കും വരയ്ക്കാൻ പറഞ്ഞ ഗ്രാഫ് എന്ന് പറയുന്നത് ഇത്രയും ഭാഗമാണ്. ഓക്കെ, ഇത്രയും ഭാഗമാണ് ശരിക്ക് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ള ഗ്രാഫ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാം. ഈ ഒരു ഫംഗ്ഷന്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് ഇത് എത്രയാണ്? -1/√2. അതുപോലെ ഇത് 1/√2. വളരെ സിമ്പിളായിട്ട് വരച്ചെടുക്കാൻ പറ്റും. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് 6 എണ്ണം ഉണ്ട്. ഈ 6 എണ്ണത്തിൻ്റെയും ഡൊമെയിനും റേഞ്ചും കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രാഫ് വരയ്ക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആയിരിക്കില്ല, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. സോ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ചാപ്റ്റർ പഠിക്കാനായിട്ട് സൈലത്തിൻ്റെ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാനായിട്ട് ഇപ്പോൾ തന്നെ 9995400800 എന്ന നമ്പറിലേക്ക് വിളിക്കുക. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. വീണ്ടും കാണാം. ബൈ ബൈ.